ഗുഡൻ ടാഗ് ലോയിറ്റെ. ഇന്ന് B2 സ്പ്രെഹൻ എക്സാമിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തേമയായ ബെറൂസ് എർഫാറും വേറൻ ദ സ്റ്റുഡിയം എന്നാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനത്തിൻ്റെ സമയത്തുള്ള നമ്മുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പലപ്പോഴും പല സെൻറ്ററിലും റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടിയാണ്. ഞാനിന്നിവിടെ 3 മ്യൂഗിൾസ്കേറ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പ്രാക്ടിക്കും മാഹൻ, ഫ്രൈവെല്ലിഗെ ഹാർബൈറ്റ്, ടൈൽസൈറ്റ് ആർബൈറ്റ്. ഈ 3 മ്യൂഗിൾസ്കേറ്റാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 3 മ്യൂഗിൾസ്കേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ തേമ ടോപ്പിക്കായ ബെറൂസ് എർഫാറും വേറൻ ദ സ്റ്റുഡിയോതിൻ്റെ ഫസ്റ്റ് മ്യൂഗിൾസ്കേറ്റായ ടൈൽസൈറ്റ് ആർബൈറ്റിൻ്റെ പുങ്ക്റ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പുങ്ക്റ്റ്, ടാഷൻ ഗേൾഡ് സെൽഫ് ഫെർഡിനൻറ്റ്. നമ്മൾ ടൈൽസൈറ്റ് ആർബൈറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ട് ടൈം ജോബാണ്. നമ്മുടെ വർക്ക് നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ടൈൽസൈറ്റ് ആർബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാഷൻ ഗേൾഡ് ഫെർഡിനൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഞാനിപ്പോൾ പുങ്ക്റ്റാണ് വരുന്നത്, നിങ്ങളത് എലാബറേറ്റ് ചെയ്യണം. അടുത്തത് സെൽഫ് സ്റ്റാൻഡിക്കൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഏൺ ചെയ്യുന്ന നേരത്ത് നമുക്ക് സെൽഫ് സ്റ്റാൻഡിക്ക് ആകാൻ പറ്റും. പിന്നെ ഉൻസറെ ഏൾട്ടേൺ ഹെൽഫ്, നമ്മുടെ പേരൻസിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. വൈറ്റർ ബിൽഡിംഗ് ഈസ് ഇംഗ്ലീഷ്. ഈ നമ്മുടെ ടൈൽസൈറ്റ് ആർബൈറ്റ് ചെയ്യാൻ നേരത്ത് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വൈറ്റർ ബിൽഡിംഗ് ഇംഗ്ലീഷ് കൈറ്റാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോട്ടോയിൽ. നമുക്ക് ഇതിൻ്റെ ആക്ടിൽ നോക്കിയാൽ ലിസ്റ്റ് ഓഫ് ദം സ്റ്റുഡിയം ഫെർലിയർ, നമ്മുടെ സ്റ്റഡീസിലുള്ള നമ്മുടെ ഒരു താല്പര്യം, നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ സ്റ്റഡീസിലുള്ള താല്പര്യം പയ്യെ കുറയും. അപ്പോൾ ലിസ്റ്റ് ഓഫ് ദം സ്റ്റുഡിയം ഫെർലിയറൻ. നമ്മൾ ഇതിനെല്ലാം കണക്ടർ ഉപയോഗിച്ചാണ്. ഞാൻ കണക്ടർ ബ്രാക്കറ്റ് തരാം, അതനുസരിച്ച് നിങ്ങൾ കണക്ടർ ഉപയോഗിക്കുക. കൈൻ സൈറ്റ് ഫോർ അന്തേര ആക്ടിവിറ്റി. നമ്മൾ ടൈൽസൈറ്റ് ആർബൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു നമ്മുടെ സ്റ്റുഡിയോത്തെ നമ്മളത് ബാധിക്കും, നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നതാണ്. പിന്നെ മ്യൂഡേ, നമ്മൾ ടൈൽസൈറ്റ് ആർബൈറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ടയർഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഈ ഇത്രയും പോയിന്റാണ് നമുക്ക് ടൈൽസൈറ്റ് ആർബൈറ്റിനായിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോയിലും ആക്ടിലും തിരിക്കുക, നമ്മുടെ സൊയിറ്റിൽ കണ്ടോറൊക്കെ ഇട്ടുകൊണ്ട് അന്തേര സൈറ്റ് അനൽ സൈറ്റ് ഒക്കെ ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഗെന്നോർ ചെയ്യാൻ പറ്റിയ ഒരു മ്യൂഗിൾസ്കേറ്റ് കൂടിയാണ് ടൈൽസൈറ്റ് ആർബൈറ്റ്. നമുക്കിനി അടുത്ത മ്യൂഗിൾസ്കേറ്റ് നോക്കാം. ഫ്രൈവെല്ലിഗൻ ആർബൈറ്റ്. ഫ്രൈവെല്ലിഗൻ ആർബൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ പൊതുവെ കണ്ടുവരുന്നില്ല. പക്ഷേ നമ്മൾ ജർമ്മനിലൊക്കെ ഉണ്ട്. നമുക്ക് FSD എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രൈവെല്ലിഗൻ ആർബൈറ്റ് ആണ്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ആൾട്ടൺ ഹൈമിലോ അല്ലെങ്കിൽ ഒരു ക്രാങ്കൻ ഹൗസിലോ നമ്മൾ സ്വന്തം മനസ്സോടുകൂടി നമ്മൾ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ഫ്രൈവെല്ലിഗൻ ആർബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് എസ് എ ബെസ്റ്റർ വെഗ്, ഒരു നല്ല വഴിയാണ്. നമ്മുടെ ഒരു ബെറൂഫ് എർഫാറും നല്ലൊരു എർഫാറും സാമ്പിളാൻ പറ്റിയ ഒരു ബെസ്റ്റർ വെഗ് ആണ്. നമുക്ക് അന്തേര ലോയിറ്റെ ഹെൽപ്പും ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ഒരു പ്രതിഫലവും കൂടാതെ മറ്റുള്ള സഹായിക്കാൻ സാധിക്കും. നോയർ പേഴ്സോൺ കുൾട്ടൂർ ലാൻഡ് കെനൻലാണ്. നമുക്ക് പുതിയ ആൾക്കാരെ, പുതിയ കൾച്ചർ, പുതിയ ലാൻഡൊക്കെ ഫ്രൈവെല്ലിഗൻ ആർബൈറ്റിലൂടെ നമുക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും സാധിക്കും. ഫീലെ എർഫാറും സാമ്പിളൻ, നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മറ്റേ രണ്ടിനെയും കൂടി കമ്പയർ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്രൈവെല്ലിഗൻ ആർബൈറ്റിനാണ് കൂടുതലും എർഫാറും നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈവെല്ലിഗൻ ആർബൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ നാക്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനെ ഗേൾഡ് ബെക്കോമൻ, നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല, നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഭയങ്കര ഒരു വിരസതയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. നിഷ്ട് സെൽഫ് സ്റ്റാൻഡിക് ബർഡൻ, നമുക്ക് അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റാൻഡിക് ആകാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് പൈസ ഒന്നും ഏൺ ചെയ്യാൻ പറ്റാത്ത കാരണം സെൽഫ് സ്റ്റാൻഡിക് ആകാൻ പറ്റത്തില്ല. പിന്നെ ക്രാങ്ക് ഹൈറ്റ് ഫെറൂർ സാഹൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്രാങ്കൻ ഹൗസ്, ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തുള്ള ക്രാങ്ക് ഹൈറ്റ് ഒക്കെ നമ്മുടെ അസുഖങ്ങളൊക്കെ നമുക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് സാരമായി നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, ഗസൂളിഷ്യ പ്രോബ്ലം എന്നൊക്കെ നമുക്ക് പറയാം, അതിനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്റ്റുഡിയം കോൺസെൻട്രേറ്റഡ്, നമുക്ക് സ്റ്റഡീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പലപ്പോഴും അതിൻ്റെ ഒരു തിരക്കിലും ഇതിലൊക്കെ പെട്ടുപോയി കഴിയാൻ നേരം നമ്മുടെ സ്റ്റഡീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രം നമുക്ക് ഏണിങ്സും കൂടി ഇല്ലാത്ത കാരണം ഭയങ്കര ഒരു കുറേ നാഫ്റ്റയിലുള്ള ഒരു മ്യൂഗിൾസ്കേറ്റാണിത്. ഇതും വേണേൽ നമുക്ക് അത്യാവശ്യം പോയിന്റ് ഉള്ളത് കാരണം നമുക്ക് ഗെന്നോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ മ്യൂഗിൾസ്കേറ്റ് പ്രാക്ടിക്കും മാഹൻ. ഇതൊരു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂഗിൾസ്കേറ്റ് ആണ്. കാര്യം നമ്മളിപ്പം വർക്ക് നമ്മുടെ എന്തെങ്കിലും സ്റ്റഡീസ് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രാക്ടിക്കും മാഹൻ എന്ന് പറയുന്നത്. 1 വർഷത്തേക്കോ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ, അത് പല കമ്പനിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മുടെ ഫ്യൂച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുങ്ക്റ്റ് നോക്കാം. ഗുഡ് ഡേ സുക്കുൻറ്റ് ഭവൻ, നമുക്ക് ഒരു കമ്പനിയിൽ നല്ലൊരു ഫിർമയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഒരു സുക്കുൻറ്റ്, നല്ലൊരു ഭാവി ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടീം ഫേഗിഷ്കൈറ്റ് എൻവിക്ലൻ, നമ്മുടെ
ടീം ഫേക്കിഷ് നമ്മുടെ നമ്മൾ കുറേ പേര് ഒരുമിച്ചായിട്ടായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടീം ഫേക്കിഷ് നമ്മുടെ എബിലിറ്റി നമുക്ക് എൻവിക്ലം ചെയ്യാൻ പറ്റും. വിയർ ബെക്കുമൻ ഫീലെസ് ആയിട്ട് നമുക്ക് സമയമൊക്കെ കുറേ കിട്ടും. പക്ഷേ ഇതിനുള്ള നാക്ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഷ്ട് ഫെർഫീബാറി നല്ല ഓട്ടാണ്. പിന്നെ അത് മാത്രമല്ല ടൈം ഫ്രഷ്മെൻറ്റിനാണ് നമ്മുടെ സമയം. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു 3 മാസത്തേക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമ്മുടെ പോവുകയാണ്. അപ്പോൾ ആ ടൈം ഫ്രഷ്മെൻറ്റിനാണ്. പിന്നെ ഷ്വീറിംഗ് ആണ്. നമുക്ക് ആ ഒരു ഇന്റേൺഷിപ്പ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് വരുന്നൊരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭയങ്കര ഷ്വീറിംഗ് സംഭവമാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ പ്രാക്ടിക്കും മാഹൻ എന്ന മ്യൂഗ്ലിഷ്കൈറ്റിൻ്റെ പുങ്ക്. ഇപ്പോൾ നമ്മൾ 3 മ്യൂഗ്ലിഷ്കൈറ്റ് കവർ ചെയ്തു. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ 2 മ്യൂഗ്ലിഷ്കൈറ്റ് ആയ ഫ്രൈവെൽഡിക ആർബൈറ്റ് അല്ലെങ്കിൽ ടൈൽസൈറ്റ് ആർബൈറ്റ് നമുക്ക് ഗെന്നവർ ചെയ്യാൻ സാധിക്കും. കാര്യം അത് രണ്ടിനും അത്യാവശ്യം നല്ല പോയിന്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഗെന്നവർ ചെയ്യുക. പിന്നെ നമുക്ക് പ്രാക്ടിക്കും മാഹൻ വേണ്ടിയിട്ട് സബ്ബായിട്ട് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ മൈനിങ് കൊണ്ട് നമുക്ക് നിർത്താം. ഞാനൊരു മൈനിങ് വരാം. എ മേർ വിയർ ദീസം മ്യൂഗ്ലിഷ്കൈറ്റൻ വേറൻ ദ സ്റ്റുഡിയം വേലൻ ദസ്തോ മേർ സിന്ത് വിയർ ഇൻ ദ ലാഗെ നിഷ്നൂർ ഐനെ ഗുഡെ സുക്കുംറ്റ് ഭവൻ സൊണ്ടൺ ഓഫ് ഫീലെ എർഫാറും സാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏമേർ ബേച്ചാണ് നമ്മൾ ഈ മൈനിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ നോമൻ ഫോർബിൻഡിങ് സ്റ്റേ ഓഫ് ദി സ്റ്റാൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഈഷ്മയോഷ്ട ദാസു കുറിച്ച് ടെല്ലും നാമൻ എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഇത് പറയാൻ. അപ്പം ഏമേർ എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ബെറൂഫ് എർഫാറും നമ്മൾ ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ബെറൂഫ് എർഫാർ നമ്മുടെ സ്റ്റുഡീസിനിടയ്ക്ക് നമ്മൾ ബെറൂഫ് എർഫാറും ചൂസ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് നല്ലൊരു സുക്കുംസ്റ്റ് നമുക്ക് കാര്യം കുറേ എർഫാറും ഒക്കെ നമുക്ക് ഉണ്ടാകും, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് അതിലൂടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല കുറേ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇത് നമ്മൾ വർക്ക് ചെയ്ത് കഴിയാൻ നല്ല എക്സ്പീരിയൻസും കൂടെ നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. ഈ മൈനിങ്ങും കൂടി പറഞ്ഞ് നമുക്കിത് ഷുസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഷുസ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു തേമയായി നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ചോദ്യോത്തരവാണ്. അപ്പം ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ചോദ്യങ്ങൾ നോക്കാൻ നേരത്ത് നിങ്ങളിപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇന്നൊരു ടൈൽസൈറ്റ് ആർബൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര സ്റ്റഡീസിനെയൊക്കെ അത് ബാധിക്കാറുണ്ട്. അത് പലപ്പോഴും പല പിള്ളേർക്കും അത് മ്യൂഗ്ലിഷ്ടല്ല, രണ്ട് കാര്യങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോവുക. അതിനൊരു സാറ്റിസ്ഫൈങ് നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസിയൊക്കെ വെച്ച് ഒരു നല്ല ഒരു കൺവിൻസിങ് ആയ ഉത്തരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നല്ല ഒരു 10-20 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ നല്ലൊരു പാർട്ണറിന് നമ്മൾ നല്ലൊരു കൺവിൻസിങ് ആയ ആൻസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ലൊരു സ്കോർ തന്നെ നമുക്ക് സ്ട്രഹൻ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ ബെറൂഫ് എർഫാറും വേറൻ ദ സ്റ്റുഡിയം എന്താണെന്നും ആ തേമ എങ്ങനെ അതിൻ്റെ മ്യൂഗ്ലിഷ്കൈറ്റ് എങ്ങനെ പറയണമെന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ തന്നിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതി ഒരു നല്ല മനോഹരമായ ഒരു തേമ പ്രസന്റ് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ തന്നെ B2 എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വാട്ട് സി ബിറ്റ് ഫോർ വൈറ്റ് വീഡിയോ. Gino's Academy. Fly with your dreams.